തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ മാസം 17-ന് വളപട്ടണം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ 200ഓളം ആചാരസ്ഥാനികരെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഘോഷയാത്രയായി ആചാരസ്ഥാനികരെ ആനയിക്കുമെന്നും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ ആചാരസ്ഥാനികർക്ക് ദക്ഷിണയും പുതുവസ്ത്രവും നൽകി ആദരിക്കുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. പ്രധാനമായും നമ്മുടെ പ്രവർത്തനം ശ്രീ മുച്ചിലോട്ട് ക്ഷേത്രങ്ങളുടെ ആചാരസ്ഥാനികരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആചാരസ്ഥാനികർ നിങ്ങൾക്കിന്ന് അറിയാം, അവരുടെ ഭാവി ജീവിതം, ശിഷ്ടജീവിതം ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമാണ്. അവർക്ക് വേറെ ജോലികളോ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ വേഷം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയും അവരെ എങ്ങനെ ഏതെല്ലാം തരത്തിൽ സഹായിക്കാമെന്നുള്ള തരത്തിലാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം. അതിനുവേണ്ടി ടാക്റ്റ് കഴിഞ്ഞ 17 വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിലാണ്. അത്തരത്തിൽ നമ്മൾ 2009 മുതൽ എല്ലാ വർഷവും നമ്മൾ ആചാര്യ സംഗമങ്ങൾ നടത്താറുണ്ട്. ഏകദേശം 105ഓളം മുച്ചിലോട്ട് ക്ഷേത്രങ്ങളാണ് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലുള്ളത്. അവിടെ ഏകദേശം 200-ൽ പരം ആചാരസ്ഥാനികരാണുള്ളത്. അപ്പോൾ ഇത്തരം ആചാരസ്ഥാനികരെ നമ്മൾ മുഴുവൻ ഒരേ വേദിയിൽ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഓരോ ക്ഷേത്രം സെലക്ട് ചെയ്തിട്ട് അവിടെ ആചാര സംഗമം നടത്താറുണ്ട്. അങ്ങനെ നടത്തിപ്പോരുന്ന സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന സമയത്ത് അതിനൊരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായി. ആ ബ്രേക്ക് ഉണ്ടായ സമയത്തും നമ്മൾ ആചാര സംഗമങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും അവർക്ക് കൊടുക്കേണ്ടുന്ന ദക്ഷിണ നമ്മൾ കൃത്യമായിട്ട് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ എല്ലാ വർഷവും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത് തുടർന്നു പോന്നു. അങ്ങനെയാണ് നമ്മൾ കോവിഡിന് ശേഷം വീണ്ടും ആചാര്യ സംഗമത്തിലേക്ക് തന്നെ കടക്കുന്നത്. അതിനുശേഷമുള്ള പ്രഥമ ആചാര്യ സംഗമമാണ് വളപട്ടണം ശ്രീ മുച്ചിലോട്ട് കാവിൽ വെച്ചിട്ട് ആഗസ്റ്റ് 17-ാം തീയതി രാവിലെ നടത്തപ്പെടുന്നത്. നമ്മുടെ പരിപാടിയുടെ മുഖ്യ രക്ഷാധികാരി നമ്മുടെ അഴീക്കോട് MLA ആയ KV സുമേഷാണ്. വാർത്താസമ്മേളനത്തിൽ ഷാജി കുന്നാവ്, PV നികേഷ്, വാസന്തി സുരേഷ്, TP സുധീഷ്, സുരേഷ് ചന്ദ്രൻ,